ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തട്ടിക്കൂട്ട് ഞണ്ട് കറിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഞണ്ട് കറിയല്ല കേട്ടോ, ഞണ്ടിനൊന്ന് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അടുപ്പത്തേക്ക് ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലോട്ടേക്ക് ലേശ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. ഈ പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിന് കേട്ടോ, കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് ഓർമ്മ. പിന്നെ ഈ ഐറ്റംസ് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നേരെ ആ എണ്ണയിലേക്കും കറിവേപ്പിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വരുന്ന വരെ ഇരിക്കണം. ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയൊരു മീൻ പൊരിച്ചതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഞണ്ടിൻ്റെ റെസിപ്പി. പ്രത്യേകിച്ച് അൽക്കുലത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ലെങ്കിലും കറി നല്ല അടിപൊളി ആയതുകൊണ്ട് ഞാൻ വെച്ച് വന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടേക്കാണ്. അപ്പോൾ ഉള്ളിയും തക്കാളി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഞണ്ടിട്ട് കൊടുക്കുന്നേ. ഞണ്ടിടാനിവിടെ അസിസ്റ്റൻറ്റ് റെഡി ആയിരിക്കുന്നുണ്ടായിന്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഇടൽ ശരിയില്ലാത്തത് കൊണ്ട് ലാസ്റ്റ് എല്ലാം കൂടി ഏട്ടൻ അങ്ങനെ അങ്ങ് തട്ടിക്കൊടുത്തു. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒന്ന് നിലത്തേക്ക് ഇട്ടേ. ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ലേശം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഉള്ളിയും തക്കാളിയും ഞണ്ടും ആയിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇതിൽ ഈ മിനറൽ വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് മീൻ പിടിക്കുന്നിടത്തുള്ള ചെറിയൊരു ഷെഡും കാര്യങ്ങളെല്ലാം വലിയൊരു അടുക്കളയും സെറ്റപ്പ് ഒന്നുമില്ല. ചെറിയൊരു മണ്ണെണ്ണ സ്റ്റൗ, അതുപോലെ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് ചെറിയ 2-3 പാത്രങ്ങൾ, അത്യാവശ്യം കുക്ക് ചെയ്യേണ്ട പാത്രങ്ങൾ, അങ്ങനെയുള്ള സെറ്റപ്പ് സ്ഥലമാണ്. അതുപോലെ തന്നെ കുടിക്കാനൊന്നും വെള്ളം കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് മിനറൽ വാട്ടർ ഇതുപോലെ ഒരുപാടെണ്ണം വാങ്ങിച്ചു കൊണ്ടിട്ട് അതാണ് ഉപയോഗിക്കല് കുടിക്കാനെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. വൈൻ നമുക്ക് കറിയിലേക്ക് തന്നെ തിരിച്ചു വരാം അല്ലേ. അടുത്തതായിട്ട് പിന്നെ നമ്മൾ ഞണ്ടിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എന്ത് സാധനമായാലും എല്ലാം മനക്കണക്ക് കൈക്കണക്ക് എന്ന് പറയാം. വെക്കുന്ന ആളെ കൈക്കണക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്പൂൺ അളവൊന്നും പറയാനില്ല. ഉപ്പ് ആവശ്യത്തിന് എല്ലാവരും ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ മുളക് പൊടി അതുപോലെ എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിവിടെ അടച്ചു വെക്കാനൊന്നും പ്രത്യേകിച്ച് വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടച്ചു വെക്കുന്നില്ല. അപ്പോൾ ഇതടുപ്പത്ത് നമ്മൾ വെച്ച് ഞണ്ട് നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് വന്നതെന്ന് കാണുമ്പോൾ നമ്മൾ അതിനകത്തോട്ടേക്ക് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയെല്ലാം ചേർക്കുമ്പം എരിവിനനുസരിച്ച് ചേർക്കണം, കാരണം നമ്മൾ ആദ്യം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയൊന്നും എരിവില്ല മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി ഒന്നും ഇല്ല കേട്ടോ. പാക്കറ്റ് പൊടി പീടിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിട്ട് അതാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പാചകക്കാരൻ ഇതാ അപ്പോൾ അതിൻ്റെ ഉപ്പും മുളകെല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവുന്നല്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പും കറിവേപ്പിലാണ് കേട്ടോ. അത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ഞണ്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.